റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. NHS വൻ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിനെ തുടർന്ന് സേവനങ്ങൾക്കും തൊഴിൽ അവസരങ്ങൾക്കും വെട്ടിക്കുറവ് വരാതിരിക്കാൻ അധികമായി 3 ബില്യൺ പൗണ്ട് കൂടി അനുവദിക്കണമെന്ന് ഹെൽത്ത് മേധാവികൾ ആവശ്യപ്പെട്ടു. വർഷാന്ത്യ ബഡ്ജറ്റിൽ പിരിച്ചുവിടലുകൾക്കും സമരങ്ങൾക്കും മരുന്ന് വിലവർധനയ്ക്കുമുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് NHS കോൺഫെഡറേഷനും NHS പ്രൊവൈഡേഴ്സും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യവകുപ്പ്, ട്രഷറി എന്നിവ തമ്മിൽ അധിക ഫണ്ടിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വെസ്റ്റ് ട്രീറ്റിംഗ് അറിയിച്ചു. ഇതിനിടെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ വൻ തോതിലുള്ള കുറവിനായി ആവശ്യമായ 1 ബില്യൺ പൗണ്ട് പോലും വകയിരുത്തിയിട്ടില്ല എന്നാണ് മാനേജർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. NHSഉം ആരോഗ്യവകുപ്പും തമ്മിലുള്ള ലയനം മൂലം ജീവനക്കാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത. മരുന്നുകളുടെ വിലവർധന, തസ്തിക വെട്ടിച്ചുരുക്കുന്നതിനുള്ള നഷ്ടപരിഹാരവും ഡോക്ടർമാരുടെ സമരവും ഒക്കെ ചേർന്ന് NHSന് വൻ ബാധ്യതയായി മാറുകയാണ്. ജൂലൈയിലെ ഡോക്ടർമാരുടെ സമരത്തിൽ മാത്രം 300 മില്യൺ പൗണ്ടാണ് നഷ്ടം. നവംബറിൽ 5 ദിവസം സമരം നടത്താനാണ് തീരുമാനം. വീണ്ടും സമരം നടക്കുകയാണെങ്കിൽ ഇതേ തോതിൽ ചെലവ് ഉയരുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുഎസുമായുള്ള പുതിയ കരാർ NHSന് 1.5 ബില്യൺ പൗണ്ട് അധിക ബാധ്യത സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പും ഉയർന്നിട്ടുണ്ട്. ധനകാര്യ സഹായം ലഭിക്കാതിരുന്നതിനാൽ രോഗികളുടെ കാത്തിരിപ്പ് പട്ടിക വീണ്ടും പുതുക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നു. ബ്രിട്ടന്റെ ഭവന വിപണിക്ക് ഭീഷണിയായി രാജ്യത്തിന്റെ പെരുകുന്ന കടം. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഹൗസിംഗ് വിപണിക്ക് പാരയായി മാറുന്നത്. പ്രത്യേകിച്ച് കടം വർദ്ധിക്കുന്നതും സ്റ്റോക്ക് മാർക്കറ്റ് തകരാനുള്ള സാധ്യതയും വിപണി ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. ഈ ആശങ്കകൾ സത്യമായി മാറിയാൽ ബ്രിട്ടനിലെ ഭവന ഉടമകൾക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് തിരിച്ചടിയായി മാറും. ഗവൺമെന്റിന് കടമെടുപ്പ് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത നിലയിലാണ് ഇത്. ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടമാകാൻ കാരണമാകും. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് നൽകുന്ന പലിശ നിരക്കുകൾ ഉയർന്ന നിലയിലാണ്. 10 വർഷത്തെ ഗിൽറ്റിന് 4.4% പലിശയാണ് ഗവൺമെന്റ് നൽകുന്നത്. നിക്ഷേപകരുടെ ആശങ്ക തുടർന്നാൽ ഈ പലിശ വീണ്ടും ഉയരും. ഇത് മോർഗേജ് നിരക്കുകളും ഉയർന്നതിലാണ് കലാശിക്കുക. 2022 സെപ്റ്റംബറിൽ ലിസ് ട്രസ്റ്റിന്റെ മിനി ബഡ്ജറ്റിന് ശേഷവും ഇതാണ് സംഭവിച്ചത്. ബഡ്ജറ്റിന് ശേഷം ഗിൽറ്റ് നിരക്ക് ഉയർന്നാൽ ഇത് മോർഗേജ് നിരക്കുകളെയും സ്വാധീനിക്കും. ഇതിനിടെ ഭവന ഉടമകൾക്ക് മേൽ പുതിയ മാൻഷൻ ടാക്സ് ചുമത്തുമെന്ന വാർത്തകൾ വാർത്തകൾ സത്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് തയ്യാറായില്ല. ഇതോടെ വർദ്ധിച്ച മൂല്യമുള്ള വീടുകൾ ഉപേക്ഷിച്ച് ആളുകൾ രാജ്യം വിടുമെന്നാണ് എസ്റ്റേറ്റ് ഏജന്റുമാർ നൽകുന്ന മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ വാടക ചെലവുകളും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണെന്ന് റെന്റേഴ്സ് റീഫോം കൊലീഷൻ പറയുന്നു. വരുമാനത്തിന്റെ 44% വരെ വാടകയ്ക്കായി മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ്. ലണ്ടനിൽ വാടകയ്ക്ക് നൽകാനായി പരസ്യപ്പെടുത്തിയ വീടുകളുടെ ശരാശരി നിരക്ക് 2736 പൗണ്ടാണ്. ഒരു വർഷം മുൻപത്തെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 1.6% വർധന. ലണ്ടന് പുറത്തുള്ള വീടുകൾക്ക് ശരാശരി 1385 പൗണ്ടാണ് വാടക. ഒരു വർഷം മുൻപത്തെ കണക്കിൽ നിന്നും 3.1% വർധനമെന്ന് റൈറ്റ് മൂവിന്റെ റെന്റൽ ട്രെൻഡ്സ് ട്രാക്കർ പറയുന്നു. 2020 ശേഷം ഏറ്റവും കുറഞ്ഞ വാർഷിക വർധനവ് കൂടിയാണിത്. തങ്ങാൻ കഴിയുന്ന താമസസ്ഥലങ്ങളുടെ എണ്ണം കുറയുന്നത് വാടകക്കാർക്ക് കനത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നതെന്ന് റൈറ്റ് മൂവേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക എയർലൈനായ ഈസ്റ്റേൺ എയർവേസ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ഈസ്റ്റേൺ എയർവേസ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. 6 വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസുകൾ നടത്തുന്ന ഈ കമ്പനി എല്ലാ സർവീസുകളും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമ ഗതാഗത മേഖലയിലെ ഉയർന്ന ഇന്ധനവില, വിമാന പരിപാലന ചെലവുകൾ, യാത്രക്കാരുടെ കുറവ്, സാമ്പത്തിക മാന്ദ്യം എന്നിവ മൂലമാണ് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വഷളായത്. തുടർച്ചയായ നഷ്ടം നിയന്ത്രിക്കാനാവാതെ വന്നതോടെ കമ്പനി അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾക്ക് നീങ്ങുകയായിരുന്നു. 1997 ആരംഭിച്ച ഈസ്റ്റേൺ എയർവേസ് ഹംബേഴ്സൈഡ്, ടീസൈഡ് ഇന്റർനാഷണൽ, അബർദീൻ വീക്ക്, ന്യൂക്കോ, ലണ്ടൻ ഗാറ്റ്വിക് എന്നിവിടങ്ങളിൽ നിന്ന് സേവനങ്ങൾ നടത്തിയിരുന്നു. ഹൈക്കോടതിയിലെ ഇൻസോൾവൻസി ആൻഡ് കമ്പനീസ് കോടതിയിൽ തിങ്കളാഴ്ച അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാനുള്ള നോട്ടീസ് സമർപ്പിച്ചതിന് ശേഷമാണ് പ്രവർത്തനം നിർത്താനുള്ള തീരുമാനം വന്നത്. 10 ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് അടച്ചുപൂട്ടൽ ബാധിക്കുക എന്നും വ്യക്തം. പ്രവൃത്തി ദിനങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിടാതെ വിനോദയാത്രയ്ക്ക് മറ്റും കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴ ഏർപ്പെടുത്തുന്നത് നിർത്തലാക്കണമെന്ന പരാതിയടക്കം ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിൽ. 10 ദിവസം വരെ മാതാപിതാക്കൾക്ക് പിഴയൊടുക്കാതെ കുട്ടികളെ സ്കൂൾ അയക്കാതിരിക്കാനുള്ള അനുവാദം വേണമെന്നാണ് നറ്റാലിയ ഏലിയറ്റ് എന്ന 37-കാരിയുടെ ഓൺലൈൻ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഇതുവരെ 1,80,000 പേരാണ് ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. അസുഖബാധിതരായോ അതുപോലുള്ള നിയമപരമായി അനുവദനീയമായ മറ്റ് സാഹചര്യങ്ങളിലോ കുട്ടികൾ സ്കൂളിൽ ഹാജരാകാത്തപ്പോൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് വിവരമറിയിക്കാൻ പോലും ഭയമുണ്ടാകുന്നു എന്നാണ് ഏലിയറ്റ് പരാതിയിൽ പറയുന്നത്. അതേസമയം ഹാജർ നില കുറയുന്നത് കുട്ടിയുടെ പഠന പുരോഗതിയെ ബാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. മാത്രമല്ല, നഷ്ടമായ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ ടേം ഒഴിവുദിനങ്ങളിൽ അധ്യാപകർക്ക് മേൽ സമ്മർദ്ദം ഏറുമെന്നും വകുപ്പ് അധികൃതർ വാദിക്കുന്നുണ്ട്.
ഇനി നാട്ടിലെ വാർത്തകൾ. PM ശ്രീ വിഷയത്തിലെ ഭിന്നത തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആലപ്പുഴയിൽ നടത്തിയ ചർച്ച ഫലപ്രദമാകാത്ത പശ്ചാത്തലത്തിൽ CPIയുടെ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചന. എന്നാൽ ഇക്കാര്യം പ്രഖ്യാപിക്കാൻ നേതൃത്വം തയ്യാറായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടതുമുന്നണിയിൽ ഉടലെടുത്ത അരക്ഷിതാവസ്ഥയിൽ മറ്റ് ഘടകകക്ഷികളും ആശങ്കയിലായി. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതോടെ ഒത്തീർപ്പിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് സൂചന. ഇന്നലെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലെ 309 നമ്പർ മുറിയിൽ വൈകിട്ട് 3:30 മുക്കാൽ മണിക്കൂറോളമാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയത്. പിന്മാറ്റം ഒഴിച്ചുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പിന്മാറണമെന്ന നിലപാടിൽ ബിനോയ് വിശ്വവും ഉറച്ചുനിന്നു. മുന്നണിയിൽ ആലോചിക്കാതെ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ അധാർമികതയും ചൂണ്ടിക്കാട്ടി. പിന്നാലെ CPI മന്ത്രിമാരായ K രാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവരും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുന്നണിയിൽ ആലോചിക്കാതെ തിടുക്കത്തിൽ തീരുമാനമെടുത്തതിലുള്ള വിയോജിപ്പ് അവരും പ്രകടിപ്പിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് തമിഴ്നാട്. SIR-ൽ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ചെന്നൈയിൽ DMK സഖ്യത്തിന്റെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. രാജ്യവ്യാപക SIR തമിഴ്നാട്ടിലെ ജനങ്ങളുടെ അവകാശം അട്ടിമറിക്കാനുള്ള ദുരൂഹ നീക്കത്തിന്റെ ഭാഗമാണെന്ന് യോഗം വിലയിരുത്തി. മഴക്കാലത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംശയകരമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കത്തെ പ്രതിരോധിക്കുമെന്നും DMK യോഗത്തിൽ തീരുമാനമായി. അതിനിടെ SIR-നെ പിന്തുണച്ച് BJP സഖ്യകക്ഷിയും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടിയുമായ AIADMK രംഗത്തെത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 ദിവസങ്ങൾ നീണ്ട കായികമേള ഇന്ന് അവസാനിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് മുഖ്യാതിഥി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, GR അനിൽ എന്നിവരും സംസാരിക്കും. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് കൈമാറുന്നതോടെ കായികമേളയുടെ കൊടി താഴ്ത്തുകയും ദീപശിഖ അണയ്ക്കുകയും ചെയ്യും. ആദ്യരായ തിരുവനന്തപുരമാണ് റാങ്ക് പട്ടികയിൽ ഇപ്പോൾ ഒന്നാമത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിന് നവംബർ 1 ചേരാൻ സർക്കാർ ആലോചിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചേക്കും. അന്ന് രാവിലെ 8 ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാവും അന്തിമ തീരുമാനം. ശനിയാഴ്ച സഭ സമ്മേളിക്കുന്നത് ചട്ടവിരുദ്ധമെന്ന് കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ്. ചട്ടം 300 പ്രകാരമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒഴികെ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല. അവധി ദിവസമായ ശനിയാഴ്ച സഭ ചേരുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. സഭ നടക്കുമ്പോൾ പ്രത്യേക പ്രമേയം പാസാക്കി വേണമെങ്കിൽ അവധി ദിവസങ്ങളിലും സമ്മേളിക്കാം. എന്നാൽ ഒക്ടോബർ 9 അവസാനിച്ച കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയിരുന്നില്ല. കേരള നിയമസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 13(2) പ്രകാരം അവധി ദിവസങ്ങളിൽ സഭ സമ്മേളിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ഇതിനു മുൻപ് 1957-ലും 1960-ലും അവധി ദിവസം സഭ സമ്മേളിച്ചിട്ടുണ്ട്. 1960 സെപ്റ്റംബറിലാണ് പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്റർ മിലാനെതിരെ ശനിയാഴ്ച നടന്ന 3-1 വിജയത്തിനിടെ നാപ്പോളി താരം കെവിൻ ഡി ബ്രൂയിനയ്ക്ക് ഗുരുതരമായ തുടയിൽ പരിക്കേറ്റതായി ക്ലബ്ബ് സ്ഥിരീകരിച്ചു. മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ ആദ്യ ഗോൾ നേടിയ ബെൽജിയൻ പ്ലേ മേക്കർ ഗോളിന് പിന്നാലെ വലതു തുടയിൽ പിടിച്ച് കളത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. മെഡിക്കൽ പരിശോധനകളിൽ ബൈസെപ്സ് ഫെമോറിസ് പേശിയിൽ ഉയർന്ന ഗ്രേഡിലുള്ള പരിക്ക് കണ്ടെത്തി. ഈ പരിക്കിനെ തുടർന്ന് താരത്തിന് പുതിയ വർഷം വരെ കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ നവംബർ 7 മുതൽ കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ ജവഹർ സ്റ്റേഡിയത്തിൽ ഫോഴ്സ കൊച്ചി, തൃശൂർ മാജിക് FC, മലപ്പുറം FC, കാലിക്കറ്റ് FC, തിരുവനന്തപുരം കൊമ്പൻസ് എന്നീ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടും. 5 മത്സരങ്ങളായിരിക്കും കണ്ണൂരിൽ നടക്കുക. വിവിധ ഗ്രൗണ്ടുകളിലായി ആകെ 30 ലീഗ് റൗണ്ട് മത്സരങ്ങളും സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളുമായിരിക്കും നടക്കുന്നത്. ജവഹർ സ്റ്റേഡിയത്തിൽ 15,000-ഓളം കാണികളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ആഷലിനോടേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലാലിഗയിൽ റയൽ ബെറ്റിസിനെതിരെ സുപ്രധാനമായ 2-0 എവേ വിജയം നേടി ശക്തമായി തിരിച്ചെത്തി. ലണ്ടനിൽ 4-0 പരാജയപ്പെട്ടതിന്റെ നിരാശ മറികടന്ന് ഡീഗോ സിമിയോണിയുടെ സംഘം എസ്റ്റാഡിയോ ഡി ലാ കാർത്തൂജയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ സീസണിലെ അവരുടെ ആദ്യ എവേ വിജയമാണിത്. കൂടാതെ കഴിഞ്ഞ 9 മത്സരങ്ങൾ അവരുടെ രണ്ടാമത്തെ ക്ലീൻ ഷീറ്റുമായതിനാൽ ഈ ഫലം ഏറെ ആശ്വാസകരമാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.97 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.